ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പാർട്ട് 5 ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് കാണുക. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ നോട്ട്സും അവൈലബിൾ ആണ്. നോട്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് അത് വേക്കൻ്റായിട്ട് റിമെയിൻ ചെയ്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് കാരണം വേക്കൻ്റ് ആയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റൊന്നുള്ളത് കോ ഓണർഷിപ്പ് എന്നുള്ളൊരു ടേം, അതെന്താണ്, അതുപോലെ കോമ്പോസിറ്റ് റെൻറ്റ്, അൺറിയലൈസ്ഡ് റെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലെറ്റ് us see what is the status of a self occupied house which is remaining vacant due to employment. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്, നമ്മൾ ഓൾറെഡി ഇപ്പം ഏതാനും സിറ്റുവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൗസ് പ്രോപ്പർട്ടിയുടെ വിവിധ സാഹചര്യങ്ങളിലുള്ള അതിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ പറയുന്നത് ഒരു സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസസി അയാളുടെ സ്വന്തം താമസത്തിന് വേണ്ടിയിട്ട് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ഹൗസാണ്. പക്ഷേ അത് വേക്കൻ്റ് ആയിരിക്കുന്നു. എന്ത് കാരണത്താൽ? ഡ്യൂ ടു ഹിസ് എംപ്ലോയ്മെൻറ്റ്. അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്, ആ ജോലി മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഈ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിൻ്റെ ടാക്സ് നമ്മൾ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ ആനുവൽ വാല്യൂ എത്രയായിരിക്കും? അപ്പം താഴെ ഈ ബോക്സിൽ നമുക്ക് കാണാം ത്രൂ ഔട്ട് ദ PY എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എന്നാണ്. ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ഹി ഈസ് അണേബിൾ ടു ഒക്കുപ്പൈ ദ ഹൗസ് മെയിൻഡ് ഫോർ റെസിഡൻസ് ഡ്യൂ ടു ഹിസ് സർവീസ്, ബിസിനസ് ഓർ പ്രൊഫഷൻ അറ്റ് എനി അതർ പ്ലേസ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഈ വ്യക്തിക്ക് അസസിക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി ആയത് കാരണം, അത് അദ്ദേഹത്തിന് സർവീസ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ആവാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രൊഫഷണലാവാം, ആ കാരണത്താൽ അദ്ദേഹത്തിന് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ സ്ഥിതി എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ദിസ് കേസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദിസ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഈസ് ട്രീറ്റഡ് ആസ് നിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ നേരത്തെ പഠിച്ച പോലെ തന്നെ ഈ സാഹചര്യത്തിലും ഈ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ടാണ് കണക്കാക്കുക. അതാണ് അവിടെ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇൻ ദിസ് കേസ് GAV ഈസ് നിൽ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് കോ ഓണർഷിപ്പ് എന്നാണ്. കോ ഓണർഷിപ്പ് എപ്പോഴാണ്, എന്താണ് കോ ഓണർഷിപ്പ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്? ആരാണ് കോ ഓണേഴ്സ്? ഇഫ് 2 or more persons own a house property jointly then they are known as co-owners. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 or അതിലധികമോ ആളുകൾ, ഇപ്പോൾ A and B 2 പേരാന്ന് വിചാരിച്ചോ, ഈ 2 പേർക്കും കൂടെ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. 2 പേര് അവർ ജോയിൻ്റ് ആയിട്ട് അവർ ഒന്നിച്ച് ആ വസ്തുവിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥരാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഇവർക്ക് എന്ത് റൈറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇഫ് ഇൻഡിവിജ്വൽ ഷെയർ ഓഫ് ഈച്ച് കോ ഓണർ ഈസ് ഡെഫിനിറ്റ് ആൻഡ് അസർട്ടൈനബിൾ. അപ്പോൾ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ഓരോ കോ ഓണറുടെയും ഷെയർ, ഇൻഡിവിജ്വൽ ഷെയർ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഷെയർ, ഇപ്പോൾ A എന്ന് പറയുന്ന ആൾക്ക് ഇത്ര ഷെയർ ഉണ്ട്, B എന്ന് പറയുന്ന ആൾക്ക് ഇത്ര ഷെയർ ഉണ്ട് എന്ന് നമുക്ക് ഡെഫിനിറ്റ് ആണ്, നമുക്ക് അസർട്ടൈനബിൾ ആണ് എങ്കിൽ then the share of each such person shall be taxable
ആസ് ഹിസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഓരോ വ്യക്തിയുടെയും ഷെയർ അദ്ദേഹത്തിൻ്റെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇനി വെൻ ഈച്ച് ഓഫ് ദം യൂസസ് ഇറ്റ് ഫോർ റെസിഡൻസ്, ഇനി അവർ ആ ഓരോരുത്തരുടെയും ഷെയറുള്ള ഭാഗം അവർ റെസിഡൻസിനാണ് ആ വീട് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈച്ച് ഓഫ് ദം വിൽ ഗെറ്റ് ദെൻ കൺസെഷണൽ ട്രീറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് വൺ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി, നമ്മളൊരു ഫുള്ളായിട്ട് ഒരാളൊരു സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ അയാൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് കൺസിഡറേഷനാണോ ആ അസസിക്ക് കിട്ടുന്നത്, അപ്പോൾ അത്തരത്തിലുള്ളൊരു കൺസെഷണൽ ട്രീറ്റ്മെൻറ്റ് ഈ കാര്യത്തിൽ അവർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, അത് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇല്ലസ്ട്രേഷനാണ്, ഇല്ലസ്ട്രേഷൻ 10. 2 brothers, Akshay and Adul, co-own a house in the ratio of 40:60. ഇപ്പോൾ 2 സഹോദരന്മാരാണ്, അക്ഷയും അതുലും. അവരൊരു വീട് രണ്ടുപേരും അതിലെ ഉടമസ്ഥരാണ്. ഇൻ ദ റേഷ്യോ ഓഫ് 40:60 ആണ്. അപ്പോൾ 40-60 എന്ന അനുപാതത്തിലാണ് അവരതിൻ്റെ ഓണർഷിപ്പ് അവർക്കുള്ളത്. The rent received from the house during assessment year 2020-21 is 2 lakh. അങ്ങനെ അവർക്ക് ആ വീടിൻ്റെ ടോട്ടൽ റെൻ്റായിട്ട് 2 lakh rupees കിട്ടുന്നു. അവരതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, വിച്ച് കംസ് ടു rupees 15,000. 15,000 രൂപ മുനിസിപ്പൽ ടാക്സ് കൊടുത്തു. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഹോം ലോൺ. ഹോം ലോണിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതും അവർക്ക് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റിൻ്റെ 2 സിറ്റുവേഷൻസ്. അപ്പോൾ അത് ഇവിടെ എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ല, ഹോം ലോണിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. Then calculate the annual value of the property and determine their share in the income. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എത്ര, അതോടൊപ്പം തന്നെ അവർ ഓരോരുത്തരുടെയും അതിലുള്ള ഷെയർ ഓഫ് ഇൻകവും എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഹെഡിങ് എഴുതുക, കാൽക്കുലേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് തന്നിട്ടുണ്ട്. നമ്മളത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അതിൻ്റെ റെൻറ്റ് റിസീവ്ഡ് എടുക്കുകയാണ്, 2 lakh. ലെസ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് 15,000 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ആക്ച്വൽ റെൻറ്റ് വന്ന് തന്നെയാണല്ലോ 2 lakh. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 15,000. അപ്പോൾ ഇതിൻ്റെ ആനുവൽ വാല്യൂ വന്നിട്ടുള്ളത് 1,85,000. ഇത് സിമ്പിളാണ് കാൽക്കുലേഷൻ. ഇനി ഇതിൽ ഇവരുടെ ഷെയർ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഷെയർ ഓഫ് ഇൻകം. ഇവിടെ കാണാം ഷെയർ ഓഫ് ഇൻകം. അത് അക്ഷയിന് 74,000 രൂപയും അതുലിന് 1,11,000 അപ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നു? 74,000 എങ്ങനെ കിട്ടും? ഈ 1,85,000 40% എടുക്കുക. 40:60 ആണല്ലോ, അപ്പോൾ പെർസെൻറ്റ് എടുത്ത് നമുക്ക് 100 തന്നെയാണ് വരുന്നത്, 40. അപ്പോൾ 1,85,000 ഇത് 40% അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 74,000 കിട്ടും. അതാണ് അക്ഷയിൻ്റെ ഷെയർ ഓഫ് ഇൻകം. ആൻഡ് ദ റിമൈനിങ് 60% ഈസ് ദാറ്റ് ഓഫ് അതുൽ, 1,11,000. അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻകം ഇവിടെ നമുക്ക് അസർട്ടൈനബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് കോമ്പോസിറ്റ് റെൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വാട്ട് ഈസ് കോമ്പോസിറ്റ് റെൻറ്റ്? കോമ്പോസിറ്റ് റെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പം നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, ടുഗദർ വിത്ത് റെൻ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഒരു ബിൽഡിങ് നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇഫ് ദി ഓണർ ഗെറ്റ്സ് ചാർജസ് ഫോർ അതർ സർവീസസ്, മറ്റു സേവനങ്ങളുടെ ചാർജും ഓണർക്ക് കിട്ടുന്നു. അപ്പോൾ ബിൽഡിങ്ങിന് റെൻ്റ് ഉണ്ട്, അത് കിട്ടുന്നു. പ്ലസ് എന്തുകൂടെ കിട്ടുന്നു? അദ്ദേഹം ആ ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുള്ള മറ്റു ചില ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മറ്റു ചില സർവീസസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റ് അസറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫർണിച്ചർ, മെഷീനറി, അതിനൊക്കെ മറ്റൊരു ചാർജും ഇദ്ദേഹം ഈടാക്കുന്നുണ്ട് എങ്കിൽ ദി എമൗണ്ട് സോ കളക്റ്റഡ് ഈസ് ടേംഡ് ആസ് കോമ്പോസിറ്റ് റെൻറ്റ്. അങ്ങനെ കളക്ട് ചെയ്യുന്ന റെൻറ്റിനാണ് നമ്മൾ കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ ബിൽഡിങ്ങിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള റെൻറ്റിന് പുറമെ ഇത്തരം അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുമ്പം അല്ലെങ്കിൽ അസറ്റ്സ് ഒക്കെ നൽകുന്നത് കാരണം അതിന് വേറെ റെൻറ്റ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം റെൻറ്റ് വരുന്നൊരു കേസാണ് കോമ്പോസിറ്റ് റെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ രീതിയിൽ അതിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. കോമ്പോസിറ്റ് റെൻറ്റ് ഈക്വൽ ടു
റെൻറ്റ് ഫോർ ബിൽഡിംഗ് പ്ലസ് റെൻറ്റ് ഫോർ അസറ്റ്സ് ഓർ ചാർജസ് ഫോർ വേരിയസ് സർവീസസ്. ഓക്കെ, ഇനി ഈ കോമ്പോസിറ്റ് റെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് റെൻറ്റ് ഷാൾ ബി ട്രീറ്റഡ് ആസ് അണ്ടർ. അപ്പോൾ അതിൽ രണ്ട് സിറ്റുവേഷൻ വരാം. ഒന്ന്, ഇങ്ങനെ കിട്ടുന്ന കോമ്പോസിറ്റ് റെൻറ്റ് നമുക്ക് സെഗ്രഗേഷൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബിൽഡിങ്ങിൻ്റെത് ഇത്ര എന്ന് സെപ്പറേറ്റും അതിൽ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ള ഈ അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ സർവീസസിൻ്റെ റെൻറ്റ് അങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനാണ് സെഗ്രഗേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് നമുക്ക് കിട്ടിയ റെൻറ്റിനെ വേർതിരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പറ്റാത്ത കേസാണെങ്കിൽ വേറെ രീതിയിലും ട്രീറ്റ് ചെയ്യും. അപ്പോൾ പറ്റുന്നതാണ് എങ്കിൽ, സെഗ്രഗേഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ ടേബിളിൽ കൊടുത്തതുപോലെയാണ് അതിന് ട്രീറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ വരും? സം റിസീവ്ഡ് ഫോർ ദ യൂസ് ഓഫ് ബിൽഡിംഗ്. ആ ഒരു ബിൽഡിങ്ങിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള തുക ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്ററിന്, ഈ ഹെഡിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അതർ പോർഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതായത് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ അതർ സെപ്പറബിൾ അസറ്റ്സ്. അതിൻ്റെ ഒരു റെൻ്റ് എന്ന നിലക്ക് നമ്മൾ ഈടാക്കുന്ന തുകയെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ അത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഒരു ഹെഡിൽ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഹെഡാണ്, അതിനകത്ത് ഉൾപ്പെടുത്താം. ഓർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതും കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരു മറ്റൊരു ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഒന്നുകിൽ അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത് എപ്പം മാത്രമാണ്? ഈ റെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ള റെൻറ്റിനെ നമുക്ക് സെഗ്രഗേഷൻ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ മാത്രം. ഇനി സെഗ്രഗേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, ഇഫ് സെഗ്രഗേഷൻ ഓഫ് കോമ്പോസിറ്റ് റെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ ദ ഹോൾ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ് എയ്തർ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ രണ്ടിലേതെങ്കിലും ഒരു ഹെഡിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന മുഴുവൻ എമൗണ്ടിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമുക്കതിനെ സെഗ്രഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഹെഡിനകത്ത് അത് ചെയ്യുന്നില്ലെന്നർത്ഥം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് അത് ഉൾപ്പെടുത്തുന്നില്ല, അത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസിലേക്കോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിലേക്കോ പോകുന്നു. ഇത്രയാണ് കോമ്പോസിറ്റ് റെൻറ്റുമായിട്ട് മനസ്സിലാക്കാനുള്ള പോയിന്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അൺറിയലൈസ്ഡ് റെൻറ്റ്, വാട്ട് ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ് ആൻഡ് ഹൗ അൺറിയലൈസ്ഡ് റെൻറ്റ് ഈസ് ട്രീറ്റഡ്. ഈ രണ്ട് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദ റെൻറ്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ ഈസ് കോൾഡ് അൺറിയലൈസ്ഡ് റെൻറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത, അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ലാത്ത എന്നാണ്. അതായത് റെൻറ്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനൻറ്റ്, നമ്മുടെ ആ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ താമസിക്കുന്ന വ്യക്തി, അതിലെ വാടകക്കാരൻ നമുക്ക് അതിൻ്റെ വാടക തന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ആ തരാത്ത പോർഷനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അയാൾ തന്നിട്ടില്ല. ഇൻ അതർ വേർഡ്സ്, റെൻറ്റ് ഈസ് ഡ്യൂ. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, ബട്ട് നോട്ട് പെയ്ഡ് ഫോർ എനി റീസൺ. പക്ഷേ അത് പേ ചെയ്തിട്ടില്ല. ഓക്കെ, പേ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അയാൾ തരാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുക. സച്ച് ഇറക്കവറബിൾ റെൻറ്റ്, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ആ റെൻറ്റ് ക്യാൻ ബി ക്ലൈംഡ് ആസ് ഡിഡക്ഷൻ സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, 4-5 കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു അസസിക്ക് ഇത്തരത്തിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതിലെ റെൻറ്റ് അദ്ദേഹത്തിന് റിയലൈസ് ചെയ്യാൻ പറ്റാതെയും വന്നിട്ടുണ്ടെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ അസസിക്ക് ആ കിട്ടാത്ത പോർഷൻ ഡിഡക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അത്ര മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ ഈ വർഷം നമുക്ക് ആ റെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ചോ, നെക്സ്റ്റ് ഇയറിൽ ഒരു പക്ഷേ ആ നേരത്തെ കിട്ടാതിരുന്ന റെൻറ്റ് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതായത് നമുക്ക് അയാൾ അടച്ചു എന്ന് വരാം, നമുക്ക് അയാൾ തന്നു എന്ന് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിൻ്റെ റിക്കവേർഡ് റെൻറ്റ് എന്ന് പറയാം. അതിനാണ് റിക്കവേർഡ് റെൻറ്റ്. അപ്പോൾ റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ് ഇവിടെ കാണാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളത്, സിമ്പിളാണ്. അത് ഏത് വർഷമാണോ അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവർ ചെയ്യുന്നത്, ആ വർഷം അതിനെ നമ്മൾ നമ്മുടെ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിന് ടാക്സബിൾ ഇൻകത്തിലേക്ക് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയലൈസ്ഡ് റെൻറ്റിനെ
നമുക്ക് കിട്ടിയില്ല എങ്കിൽ ആ വർഷം ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാമെങ്കിലും പിന്നീട് എപ്പോഴാണോ അത് കിട്ടുന്നത് ആ കിട്ടുന്ന വർഷം അതിനെ നമ്മൾ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ടാക്സ് ലാബിലിറ്റി ഉണ്ടായിരിക്കും. അസസിക്ക് ടാക്സ് ലാബിലിറ്റിയിൽ നിന്നും ഒഴിവാകാൻ പറ്റൂല എന്നർത്ഥം. ഓക്കെ, ഇനി അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അവിടെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ് ഹൗസ് ഈസ് നോട്ട് ഈവൻ ഇഫ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, ഈവൻ ഇഫ് ഹൗസ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദി അസസി. ഈ വീട് അസസിയുടെ ഉടമസ്ഥതയിലല്ലെങ്കിൽ പോലും എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ ഇതിൻ്റെ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം കണ്ടപ്പോൾ നമുക്കിങ്ങനെ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ വർഷത്തിൻ്റെ എൻഡിലൊക്കെ നമ്മളത് വിറ്റു എന്ന് വിചാരിച്ചോ. നമ്മുടെ ആ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വിറ്റു. ഇപ്പോൾ അത് മറ്റൊരു ഉടമസ്ഥനാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം മറ്റൊരാളുടെ കയ്യിലാണ് ഹൗസ് പ്രോപ്പർട്ടി ഉള്ളത്. പക്ഷേ നമുക്ക് അടുത്ത വർഷം വന്നപ്പോൾ എന്ത് കിട്ടി? കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാനുണ്ടായിരുന്ന നമ്മുടെ നേരത്തെ ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്ന നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ റെൻ്റ് അടുത്ത വർഷത്തേക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെ? അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഹൗസൊന്നുമില്ല, എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനിതിന് ടാക്സ് അടക്കൂല, എൻ്റെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഹൗസ് പ്രോപ്പർട്ടി ഇപ്പോൾ അയാളുടെ കൈവശം ഇല്ലെങ്കിൽ പോലും മുൻപത്തേത് കിട്ടിയാൽ അതിന് ടാക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അത് ഇൻകത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ പോയിന്റ്. ഈവൻ ഇഫ് ഹൗസ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദി അസസി, ആ വീട് അസസിയുടെ ഉടമസ്ഥാവകാശത്തിൽ അല്ലെങ്കിൽ പോലും റിക്കവർ ചെയ്ത അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിനെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രീതിയാണ് ഈ ബ്ലൂ കളറിലുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്. എങ്ങനെ നമ്മൾ ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു GAV ഉണ്ടായിരിക്കും. GAV എഴുതുന്നു. അതിന് എന്ത് ലെസ് ചെയ്യുക? മുനിസിപ്പൽ ടാക്സ് നമുക്ക് ലെസ് ചെയ്യാം, നോർമലി ചെയ്യുന്നതാണ്. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ് കാണാം, അൺറിയലൈസ്ഡ് റെൻറ്റും ലെസ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ലെസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ. ഓക്കെ, ഇനി നമുക്കതിലൊരു പ്രോബ്ലം നോക്കാം. ഇല്ലുസ്ട്രേഷൻ 13 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് 2 സിറ്റുവേഷനിലായിട്ട് ചെയ്യാനാണ്. കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫെയർ റെൻ്റൽ വാല്യൂ FRV തന്നിട്ടുണ്ട് 1,32,000 പെർ ആനം. ആക്ച്വൽ റെൻ്റ് ഉണ്ട് 14,000 PM മീൻസ് പെർ മന്ത്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ MRV ഉണ്ട് 1,20,000 പെർ ആനം. സ്റ്റാൻഡേർഡ് റെൻ്റ് ഉണ്ട് 1,38,000. അപ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇവിടെ സ്റ്റാൻഡേർഡ് റെൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെൻ്റ് കൺട്രോൾ ആക്ടിന് വിധേയമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ചില കാൽക്കുലേഷൻസ് നമ്മൾ GAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം വരും. ഇനി 2 സിറ്റുവേഷനാണ്. ഫസ്റ്റ് വൺ ഈസ് ദി അസസ് ഈസ് നോട്ട് ഏബിൾ ടു കളക്ട് റെൻറ്റ് ഫോർ 2 months. ഈ അസസി 2 മാസത്തെ റെൻറ്റ് കളക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യമാണ് ഇവിടെ വരുന്നത്. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്. അപ്പോൾ 2 മാസത്തെ റെൻറ്റ് അൺറിയലൈസ്ഡ് റെൻ്റാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആൻഡ് ദ ഹൗസ് ഈസ് ഓൾസോ റിമൈൻഡ് ക്ലോസ്ഡ് ഫോർ 2 months. അതോടൊപ്പം തന്നെ വീട് 2 മാസം ക്ലോസ് ചെയ്ത് കിടന്നിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻ്റ് ആയി കിടന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വേക്കൻസിയും വന്നിട്ടുണ്ട്. 2 മാസം വേക്കൻസിയും അതോടൊപ്പം തന്നെ 2 മാസത്തെ റെൻറ്റ് കിട്ടിയിട്ടുമില്ല. ഈ 2 സിറ്റുവേഷനും ഒരു പോയിന്റിൽ വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് വാട്ട് വിൽ ബി ദി ആനുവൽ വാല്യൂ ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഈസ് 12,000 പെർ മന്ത്. നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. ഇപ്പോൾ നമ്മൾ ആക്ച്വൽ റെൻറ്റ് 14,000 ആണെന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. ഇനി അത് 12,000 ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഇതേ സിറ്റുവേഷൻ തന്നെ അത് 12,000 ആയിട്ട് രണ്ടാമത് മറ്റൊരു രീതിയിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പെർ മന്ത് 12,000 ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ഭാഗം നോക്കാം. സൊല്യൂഷൻ കമ്പ്യൂട്ടേഷൻ ഓഫ് GAV ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് ഈസ് 14,000 പെർ മന്ത്. അപ്പോൾ ഇതിലാണ് മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് ഈ ആക്ച്വൽ റെൻറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഹെഡിങ് ആയിട്ട് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് GAV ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് ഈസ് 14,000 പെർ മന്ത്. അപ്പോൾ അതിൽ ആക്ച്വൽ റെൻറ്റ് എഴുതുന്നു. ആക്ച്വൽ റെൻറ്റ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ടല്ലോ 14,000 ആണ് പെർ മന്ത്. ഇപ്പോൾ 14,000 × 12 1,68,000 എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് വേക്കൻറ്റ് പീരീഡിൽ 2 മാസത്തെ റെൻറ്റ് മൈനസ് ചെയ്യാം. ലെസ് റെൻറ്റ് ഓഫ് വേക്കൻറ്റ് പീരീഡ് 2 months. 14,000 28,000. അപ്പോൾ GAV ഗ്രോസ് ആനുവൽ വാല്യൂ വരിക 1,40,000 ആണ്. ഈ GAVയിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം?
അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യാം. 2 മാസത്തെ റെൻറ്റ് വീണ്ടും കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും 20,000 മൈനസ് ചെയ്യുന്നു. 14,000 ഇൻറ്റു 2. അപ്പോൾ ആനുവൽ വാല്യൂ വരിക 1,12,000 എന്നുള്ളതാണ്. ഓക്കെ, 1,12,000 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു ജി എ വിയുടെ കാൽക്കുലേഷനാണ്. നോട്ട് 1 നമുക്ക് കാണിച്ചിട്ടുണ്ട്, കാൽക്കുലേഷൻ ഓഫ് GAV. അപ്പോൾ നമ്മൾ ആദ്യം ERV കാണും, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കാണും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, MRV ആണോ അല്ലെങ്കിൽ FRV ആണോ, വിച്ച് എവർ ഈസ് ഹയർ എന്ന് നോക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ MRV ഇവിടെ തന്നിട്ടുണ്ട് 1,20,000 ആണ്, 1,20,000 മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. ഓർ FRV 1,32,000. FRV ആദ്യത്തെ ഫെയർ റെൻ്റൽ വാല്യൂ 1,38,000. അപ്പോൾ വിച്ച് എവർ ഈസ് ഹയർ എന്നാണ്. അപ്പോൾ അതിലെ ഹയർ വാല്യൂ നമുക്ക് കിട്ടുക 1,20,000 32,000 കമ്പയർ ചെയ്യുമ്പോൾ 1,32,000 ആണ് ഹയർ വാല്യൂ അല്ലേ. ഇനി നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് തട്ടിച്ച് നോക്കണം. സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉള്ളതുകൊണ്ട് അതുമായിട്ട് തട്ടിച്ച് നോക്കണം. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ലെസ് ഏതാണോ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 1,32,000 നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് റെൻ്റായിട്ടുള്ള 1,38,000 കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ലോ വരുന്ന 1,32,000 ആണ്. അപ്പോൾ 1,32,000 എന്ന് കിട്ടുന്നു. ഇനി GAV നമ്മൾ നോക്കണം. അതായത് ആക്ച്വൽ റെൻ്റ് ആണോ അതല്ല എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ആണോ, വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വൽ റെൻ്റ് ആണോ അല്ലെങ്കിൽ ERV ആണോ, വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഇവിടെ ആക്ച്വൽ റെൻ്റ് എന്നുള്ളത് 1,68,000 ആണ്. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട്. ERV നമുക്ക് കിട്ടിയിട്ടുള്ളത് 1,32,000 ആണ്. അപ്പോൾ ഇതിൽ ഹയറായിട്ട് വരുന്ന ഏതാണ്, 1,68,000 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് ഈസ് 12,000 പെർ മന്ത് ആണ്. അപ്പോൾ അവിടെ ആക്ച്വൽ റെൻറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ 12,000 ഇൻറ്റു 12 ആണ്. അപ്പോൾ 1,44,000 എന്ന് വരും. ഓക്കെ, ലെസ് റെൻ്റ് ഓഫ് വേക്കൻറ്റ് പീരീഡ് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ 2 മാസം 24,000, 12,000 വെച്ചാൽ വരിക. അപ്പോൾ 24,000, അപ്പം അതിൻ്റെ ബാലൻസ് ഉണ്ടാവുക 1,20,000. അതുപോലെ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്, അത് 24,000 മൈനസ് ചെയ്യുന്നു. അങ്ങനെ ആനുവൽ വാല്യൂ വരുന്നത് 96,000 രൂപ. 1,20,000 നിന്നും 24,000 മൈനസ് ചെയ്യുന്നു, 96,000 ബാലൻസ് വരും ആനുവൽ വാല്യൂ. ഇനി ഇവിടെ ERV 1,32,000 ആസ് കാൽക്കുലേറ്റഡ് എബോ. ഓക്കെ, നേരത്തെ നമ്മൾ അപ്പുറത്ത് ചെയ്തില്ലേ, അതേപോലെ തന്നെ 32,000 എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ നമ്മൾ അതിലേക്ക് വരുന്നു. എന്നിട്ട് ആക്ച്വൽ റെൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ആക്ച്വൽ റെൻ്റ് ഉള്ളത് 12,000 ഇൻറ്റു 12, അതെന്നൊരു വേക്കൻറ്റ് പീരീഡിലെ 2 മന്ത്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,20,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1,20,000 അല്ലെങ്കിൽ 1,32,000 ഇങ്ങനെ ഇവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വൽ റെൻറ്റ് 10 മന്ത്സ് ഉള്ളൂ, അത് 1,20,000 ആണ്. അത് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂവിനേക്കാൾ കുറവാണ് ഡ്യൂ ടു വേക്കൻസി. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ GAV ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്, 1,20,000 രൂപയാണ്. ഇത് നേരത്തെ നമ്മൾ പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ട്, ഈ സ്പെഷ്യൽ കേസ്. ആക്ച്വൽ റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ GAV കുറവായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.